ഹലോ നമസ്കാരം. കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടുപടി പോകുന്ന മെയിൻ റോഡിൽ നിന്നും വെറും 950 മീറ്റർ അകത്തേക്ക് മാറിയിട്ട് 12 സെന്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുമാണ് എന്റെ ഈ പുറകിൽ കാണുന്നത്. ആ ഒരു കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. 2 സൈഡ് വഴിയുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക്. അതായത് 2 സൈഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതായത് ഈ സൈഡ് ഒരെണ്ണം വരുന്നുണ്ട്, ഈ സൈഡ് വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ ഡോർ വരുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ഫേസിങ്ങും ഇതിന്റെ ഗേറ്റ് വരുന്നത് നോർത്ത് ഡയറക്ഷനിലുമാണ് ഇതിന്റെ ഫേസിങ് വരുന്നത്. നിലവിൽ ഇതിലൊരു കിണർ കൂടി ഓണർ കുത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കോമ്പൗണ്ട് ഏരിയ ഉള്ള ഒരു കിടിലൻ വീടാണ്. കുറച്ച് പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും മാർബിൾ എല്ലാം ഇട്ടിരിക്കുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 12 സെന്റ് സ്ഥലവും 4 ബെഡ്റൂമിന്റെ ഈ കാണുന്ന വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടും കൂടിയിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എടപ്പള്ളിയിലേക്കുള്ള ദൂരം 7.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളത്. തൊട്ടടുത്തുള്ള ജംഗ്ഷൻ ആയിട്ടുള്ള തേവക്കയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും 950 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയും കൂടിയിട്ടാണ്, നല്ല ഹൈറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 12 സെന്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പഴയ വീടും കൂടി ചോദിക്കുന്ന വില 1,45 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.